നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മൈൻഡ് വാച്ചിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പതിവ് പോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുവാനുമായി നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഗിരീഷ് നമ്മോടൊപ്പമുണ്ട്. ഡോക്ടറെ സ്വാഗതം. പ്രിയ പ്രേക്ഷകർക്കറിയാം, ഇതൊരു തത്സമയ സംപ്രേഷണമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് മാനസികാരോഗ്യ സംബന്ധമായ സംശയങ്ങൾ ഞങ്ങളെ വിളിച്ച് അറിയിക്കാവുന്നതാണ്. അതിന് തക്കതായ മറുപടിയുമായി നമ്മുടെ ഡോക്ടർ നമ്മോടൊപ്പം ചേരുന്നു. ഇന്നത്തെ മൈൻഡ് വാച്ചിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എല്ലാവർക്കും അറിയാം, നവംബർ 14 ശിശുദിനം. എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും നമ്മുടെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാവാം നമ്മുടെ ചർച്ചയ്ക്ക്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഡോക്ടറെ, ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ കുട്ടികൾ മാനസികമായിട്ട് നേരിടുന്ന പ്രശ്നം എന്താണ്? പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികൾ നേരിടുന്നുണ്ട്, പല കാരണങ്ങളാലും. എങ്കിലും ഏറ്റവും കൂടുതൽ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഈ ഒരു വെർച്വൽ വേൾഡ്, കൃത്രിമമായ ലോകത്ത് ജീവിക്കേണ്ടി വരുന്ന കുട്ടികളുടെ പ്രശ്നങ്ങളാണ്. ഞാൻ എന്താണ് വെർച്വൽ വേൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇൻ്റർനെറ്റും ഗാഡ്ജറ്റ് അഡിക്ഷൻ, മൊബൈലും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയില്ല, വളരെ പ്രശ്നങ്ങളാണ്. നമ്മൾ ചില്ലറയ്ക്ക് കഷ്ടപ്പെടുന്നുവെങ്കിലും കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതിഭീകരമാണ്. അപ്പോൾ നെറ്റ് അഡിക്ഷൻ അല്ലെങ്കിൽ സൈബർ നെറ്റ് അഡിക്ഷൻ എമംഗ് ചിൽഡ്രൻ, കുട്ടികളുടെ ഇടയിലുള്ള ഒരു അഡിക്ഷൻ ഒരു മേജർ വിഷയമാണെന്ന് എടുക്കാം. നൂതന സാങ്കേതിക വിദ്യയുടെ ആക്ച്വലി ഇതിന്റെ ദൂഷ്യഫലങ്ങൾ നല്ലതുമുണ്ട് തീയതുമുണ്ട്, രണ്ടു വശമുണ്ട്, നല്ലതും തീയതും. ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾ അതിന്റെ തീയത് അല്ലെങ്കിൽ അതിലെ നെല്ലും പതിരും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അതൊക്കെ ആവാം ഇതിന് പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് അല്ലെ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് പറയാം. ആണ്, അതിനകത്ത് പല പ്രശ്നങ്ങൾ വരുന്നതിൽ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കുട്ടികളിൽ മാത്രം നോക്കുന്നതിന് ഉപരിയായി ഇപ്പോൾ നോക്കിയോളൂ, ഇപ്പോൾ ദിവ്യക്കറിയാൻ പറ്റും, ദിവ്യയ്ക്ക് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ വീടിനുള്ളിൽ അതിലേക്ക് നിൽക്കും. ബട്ട് അത് കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളിൽ അത് എവിടെയാണോ കിട്ടുന്നത്, ഇപ്പോൾ വായനയിലാണ് കിട്ടുന്നത് വായന, ടി വി കാണാനാണ് കിട്ടുന്നത് അതിലേക്ക്, നെറ്റാണെങ്കിൽ നെറ്റ് അതിലേക്ക് പോകുന്നു. ഇപ്പോൾ മാറി വരുന്ന ഒരു സാഹചര്യത്തിൽ പാരൻസിൻ്റെ അഡീക്വേറ്റ് പാരൻറ്റിങ്, രക്ഷാകർതൃത്വം നൽകാൻ കിട്ടാതെ പോകുന്നൊരവസ്ഥയുണ്ട്. പലപ്പോഴും കുട്ടികളെ ഒരു കോൺക്രീറ്റ് ജംഗിളിനകത്ത് താമസിപ്പിക്കുന്ന അവസ്ഥയാണ്. ഒരു കോൺക്രീറ്റ് കാനനം, വനം എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ജംഗിളിനകത്ത് താമസിപ്പിക്കുന്നു. കുട്ടികൾ കളിക്കുവാൻ വേണ്ടി അടുത്തുള്ള അയൽവാസി കൂട്ടങ്ങളില്ല. പകരം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, നമുക്ക് പ്രധാനമായിട്ട് അതിന് പകരമുള്ളത് സൈബർ ബഡ്ഡീസാണ്, നെറ്റിൽ നിന്ന് വരുന്ന ബഡ്ഡീസുമാണ്. ഇത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഒരു വിഷയം ദിവ്യ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഒരു കുട്ടി അല്പം കരയുന്നുവെങ്കിലും അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് കുട്ടിയിൽ നിന്നും ശ്രദ്ധ മറ്റൊന്നിലേക്ക് മാറ്റുന്നുവെങ്കിലും ആദ്യം എടുത്തു കൊടുക്കുന്ന മൊബൈൽ ഫോണാണ്. നമ്മൾ കുട്ടിക്കാലത്ത് പണ്ട് ഓലപ്പിപ്പി കൊടുക്കുന്നതിന് പകരം ഇന്ന് കുട്ടികൾ കൊടുക്കുന്ന മൊബൈൽ ഫോണാണ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ദേ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഡോക്ടറെ, പണ്ടൊക്കെ നമ്മൾ ജന്മദിനം ബർത്ത്ഡേസിനൊക്കെ പ്രസന്റ് ചെയ്യാന്ന് പറയുന്നത്, അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലും, ഇപ്പൊ അതൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. നമ്മൾ കൊടുക്കുന്നത് ഇപ്പം 1 വയസ്സുള്ള ഒരു കൊച്ചു കുട്ടിക്ക് പോലും കൊടുക്കുന്ന ഒരു മൊബൈൽ ഫോണായിരിക്കും. തീർച്ചയായിട്ടും. അപ്പം ഒരു പരിധി വരെ നമുക്ക് പറയാം ഈ മാതാപിതാക്കൾ തന്നെ ആവാം ഇതിനെല്ലാം ഒരു അന്തരീക്ഷം ആ നിലയ്ക്ക് വരുന്നു. ഇതിന്റെ ഫലമായി പലപ്പോഴും കുട്ടികൾ നെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അനവധി മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഡോക്ടറെ ഒത്തിരി രോഗികൾ ഡോക്ടറെ എടുക്കാൻ വരാറുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ എങ്ങനെയുള്ള ആൾക്കാരാണ്, ഏത് വിഷമത്തിന് അടിമപ്പെട്ടവരാണ് നമ്മളെ സമീപിക്കാറുള്ളത്? പ്രധാനമായിട്ടും കാണുന്നത് ഒരു 5 കാറ്റഗറി എടുക്കാൻ പറ്റും. ഒരു കാര്യം കാണുന്നത് പറഞ്ഞാൽ ഇത്തരം അഡിക്ഷനിലേക്ക് പോകുന്ന കൊച്ചുകുട്ടികളിൽ, ഈവൻ സ്കൂൾ കുട്ടികളിൽ തന്നെ ഒരുപാട് വിഷാദം കാണുന്നുണ്ട്. അപ്പം വിഷാദവും ഈ നെറ്റ് അഡിക്ഷനുമായിട്ട്, മൊബൈൽ അഡിക്ഷൻ, നെറ്റ് അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മേജർ ആസ്പെക്റ്റാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ആസ്പെക്റ്റാണ്. മറ്റൊന്ന് ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ. അതിലും ഏറ്റവും കൂടുതൽ കാണുന്ന പ്രധാനമായിട്ടും ഉത്കണ്ഠ എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, സോഷ്യൽ ആങ്സൈറ്റി, സാമൂഹ്യമായ കാര്യങ്ങൾ ഇടപെടാൻ. ഇപ്പം ദിവ്യ ഞാൻ സംസാരിക്കുന്നു, ഇപ്പം എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ഐ എം നോട്ട് ഏബിൾ ടു ടോക്ക് ടു യു. അപ്പോൾ അങ്ങനെ ഉള്ള ആങ്സൈറ്റി അനുഭവിക്കുന്ന കുട്ടികളുടെ എണ്ണവും വളരെ കൂടി വരുന്നു. അത് രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റാണ്. മൂന്നാമത്തെ ഒരു ആസ്പെക്റ്റ് കണ്ടുവരുന്നത് പറഞ്ഞാൽ ലോ സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം. ഇപ്പോൾ എനിക്കിപ്പം ഐ ക്യാൻ ഫേസ് യു, അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വളരെ കുറഞ്ഞു വരുന്നത് മൂന്നാമത്തെ തരം. നാലാമത് വരുന്ന രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വയലൻസിനോടും ലൈംഗികമായ അപാകതകളോടും അല്ലെങ്കിൽ അപജയങ്ങളോടും അല്ലെങ്കിൽ ഡീവിയേഷൻസിനോടുമുള്ള ഒരുപാട് അമിതമായ പ്രായത്തിന് യോജിക്കാത്ത വിധത്തിലുള്ള താല്പര്യങ്ങൾ. ഈ 4 നിലയ്ക്കുള്ള പ്രശ്നങ്ങളാണ് സാധാരണഗതിയിൽ മൊബൈലായാലും നെറ്റ് ആയാലുമായി ബന്ധപ്പെട്ട്, അഡിക്ഷനുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഓക്കെ,
ഡോക്ടർ, ഇത് ഏത് ഒരു പ്രായപരിധി നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ കുട്ടികൾ ഏത് വൾണറബിൾ ഏറ്റവും കൂടുതൽ yeah, പ്രശ്നമാകുന്നത് എപ്പോഴാണ്? ഇപ്പം ഞാൻ നോക്കുന്ന അവസരത്തിൽ ഇവിടെ ഇപ്പോൾ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു 6ാം ക്ലാസ് കഴിയുന്ന പ്രായം മുതൽക്ക് തന്നെ കുട്ടികളിൽ ഈ പ്രശ്നം വളരെ കൂടി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ ഈ മേഖലകളിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ, ആൺ പെൺ വ്യത്യാസം കൂടാതെ തന്നെ ഇപ്പോൾ ഇതിനോടുള്ള താല്പര്യം കൂടുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള റിസ്കുകളിൽ പോയി ചാടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ കൂടി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ ഒരു ഏർലി ടീൻസ് ആണ് ഒരു പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ്. ഒരു ഏർലി ടീൻസിൽ നമുക്ക് വ്യക്തമായി ഒരു സപ്പോർട്ട് നൽകാൻ സാധിക്കുമെങ്കിൽ വി ക്യാൻ സേവ് ദം എ ലോട്ട്. അപ്പൊ നമുക്ക് ഒരു പരിധിവരെ മാതാപിതാക്കൾക്ക് കുട്ടികളെ ഒരു നിലയ്ക്ക് നിർത്താൻ സാധിക്കും. തീർച്ചയായിട്ടും അത് ഒരു പ്രോപ്പർ പാരന്റിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും. പക്ഷെ പലപ്പോഴും ആ പ്രോപ്പർ പാരന്റിങ് ഉണ്ടാവാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ ചലഞ്ച്, ഒരു മേജർ ഇഷ്യൂ. ആ പ്രശ്നം സോൾവ് ചെയ്യാന്നുണ്ടെങ്കിൽ വി ആർ സക്സസ്ഫുൾ, ദിസ് ഇസ് നോട്ട് പ്രോബ്ലം അറ്റ് ഓൾ. അത് സംഭവിക്കുന്നില്ല, അവിടെയാണ് പ്രശ്നം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വരുന്ന ഈ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനീ പറഞ്ഞു വരുന്നു, ഇപ്പം ഫേസ്ബുക്ക് എക്സാമ്പിൾ. ഇപ്പോൾ അമ്മ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന അവസരത്തിൽ കുട്ടിക്ക്, മോൾക്കോ മോനോ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അമ്മയുടെ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക. ഇതിനകത്ത് പ്രശ്നമുണ്ടോ ചോദിച്ചാൽ പ്രശ്നമില്ല. പക്ഷേ ഇത് കൊടുത്ത് അങ്ങോട്ട് പോകുന്നതോടും തന്നെ ഇവർ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു. ചിലപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന 2 കുട്ടികളാവും. ഒരു കുട്ടിക്ക് ഒരു കാര്യം പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ ലൈക്ക് കൂടുതൽ കിട്ടി. ഇപ്പം നോക്കിയപ്പോൾ 216, മറ്റേ കുട്ടിക്ക് 16 കിട്ടിയുള്ളൂ. ഉടൻ തന്നെ ഇതിന് വല്ലാത്ത പ്രശ്നം. ഇത് കാരണം വല്ലാതെ ബുദ്ധിമുട്ടിയ ശേഷം സ്കൂളിൽ നിന്ന് കാണാൻ വന്നിട്ടുള്ള കുട്ടികളുണ്ട്. നമ്മൾ അതിനെ ഫേസ്ബുക്ക് ഡിപ്രഷൻ എന്ന് വിളിക്കും. ഫേസ്ബുക്ക് ഉണ്ടാക്കുന്ന ഡിപ്രഷൻ. പണ്ട് ഡിപ്രഷൻ ഉണ്ടാക്കുന്ന കാരണങ്ങൾ മറ്റു പലതുമായിരുന്നെങ്കിൽ ഇന്ന് ഫേസ്ബുക്ക് ഡിപ്രഷൻ ഉണ്ടാക്കുന്നുള്ള ഒരു രസകരമായ കാര്യം നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അതിനൊരു പരിഹാര മാർഗം എന്ന് പറയാനായിട്ട് വേറെ എന്താണ്? ഇപ്പൊ പേരന്റിംഗ് ഡോക്ടർ പറഞ്ഞു, അതിലുപരിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിനുള്ളിൽ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പം അതിനകത്തിൽ പല തലങ്ങളിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, കഴിയുന്നതും കൂടുതൽ ഒരു കൃത്രിമമായ അന്തരീക്ഷത്തിൽ കുട്ടികളെ വളർത്തുന്ന ഒരു സംവിധാനത്തിൽ മാറ്റമുണ്ടാവണം. പഴയ കാലത്തുണ്ടായിരുന്ന അല്ലെ തുറസായ ഗ്രാമാന്തരീക്ഷങ്ങൾ, ഓടിക്കളിക്കാൻ ഒരു കൂട്ടം കുട്ടികൾ, അതൊന്നും നമുക്കില്ലെങ്കിലും ഇന്ന് നഗരവൽക്കരണത്തിന് വിധേയമാകുന്ന നമ്മുടെ സ്ഥലങ്ങളിലും ഒരുപക്ഷെ ചില സാംസ്കാരിക സംഘടനകൾ അല്ലെങ്കിൽ ക്ലബ്ബ് എന്ന് ഉദ്ദേശിക്കുന്നത് ആർട്സ്, സയൻസ്, സ്പോർട്സ് ക്ലബ്ബുകൾ, അങ്ങനെയുള്ള ക്ലബ്ബുകൾ, അതിലൊക്കെ തന്നെ നാട്ടുകാരുടെ സഹായത്തിൻ്റെ കൂടെ ചേർന്നിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻസ് ഉണ്ടാവാം, അതിൻ്റെ കൂടെ ചേർന്ന ശേഷം കുട്ടികൾക്ക് വേണ്ടിയുള്ള, അവർക്ക് വേണ്ടിയുള്ള ഒരു കളിക്കളം ഉണ്ടാക്കൽ, അവിടെ കുട്ടികളെ കൂടുതൽ കളിപ്പിക്കൽ, അടുത്ത അയൽപക്കത്തുള്ള കുട്ടികളുമായിട്ട് ഒരു നിയന്ത്രണമായ അളവിൽ സഹകരിക്കുവാനുള്ള അനുവാദം നൽകലും, അതുമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കലും. അങ്ങനെ വരുമ്പോൾ കൃത്രിമമായ കാര്യങ്ങൾക്ക് പോകുന്നതിന് പകരം സ്വാഭാവികമായ വ്യക്തിബന്ധങ്ങളും സോഷ്യലൈസേഷൻ പ്രോസസ്സും ദേ ലവ് ടു ഹാവ് ഇറ്റ്, അതിൻ്റെ ആബ്സെൻസ് ഒരു പ്രധാന ഇഷ്യൂ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കെയറിന് ചേഞ്ച് ഉണ്ടാക്കേണ്ട അത്യാവശ്യം. പിന്നെ മറ്റ് സാങ്കേതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പ്രധാന കാര്യമാണ് ലൈഫ് സ്കിൽ ട്രെയിനിങ് എന്ന് പറയും. കാരണം ഇപ്പോൾ നമുക്കിപ്പോൾ എന്ത് ചലഞ്ച് വന്നാലും, ഇപ്പോൾ ദിവ്യയും ഞാനും റോഡിൽ കൂടെ പോകുമ്പോൾ വി മേ ഫേസ് ലോട്ട്സ് ഓഫ് ചലഞ്ചസ്. പക്ഷേ ചലഞ്ചസ് അല്ല പ്രശ്നം, ഹൗ ഡു യു ഫേസ് ദ ചലഞ്ച്. ഇപ്പം തന്നെ ദിവ്യ ഇന്ന് ഓട്ടോറിക്ഷക്കാരൻ ഒരു ചുമട്ട് തൊഴിലാളി കുറച്ച് ബാഗ് കൊണ്ട് വെച്ചു, അയാൾ ചോദിക്കുകയാണ് എനിക്ക് 100 തരണം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പകരം ഇല്ല ഞാൻ 70 തരത്തില്ല, 60 തരത്തുള്ളൂ, 20ൻ്റെ 3 നോട്ടേ തരത്തുള്ളൂ എന്ന് ആർഗ്യൂ ചെയ്യുവാനുള്ള ഒരു കഴിവുണ്ട്. ബീങ് അസർട്ടീവ്, അതൊരു ലൈഫ് സ്കില്ലാണ്. ഇങ്ങനെയുള്ള പ്രതികരണ ശേഷി ഉൾപ്പെടെയുള്ള പല സ്കില്ലുകൾ. ഇപ്പോൾ ചിലപ്പോൾ നമുക്കൊരു സ്ട്രെസ് ഉണ്ടായി, ആ സ്ട്രെസ്സുമായിട്ട് ഹൗ ടു കോപ്പ് അപ്പ് വിത്ത് സ്ട്രെസ്സുമായിട്ട് എങ്ങനെ കോപ്പ് അപ്പ് ചെയ്യാം, അതൊരു കഴിവാണ്. ഒരു ഇമോഷണൽ ഇഷ്യൂ ഉണ്ടായി, ഹൗ ടു കോപ്പ് അപ്പ് വിത്ത് ഇമോഷൻ, തലയിട്ടിടിക്കലല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല സ്കില്ലുകളും കുട്ടികൾക്ക് നൽകേണ്ട അത്യാവശ്യമാണ്. CBSEയിൽ ഇത്തരം സ്കില്ലുകളെക്കുറിച്ച് പോകുന്നുവെങ്കിലും അതിനുള്ള പരിശീലന പരിപാടി കുറച്ച് കൂടുതൽ ശാസ്ത്രീയമാവേണ്ടതും അനിവാര്യമാണ്. ഇന്നത്തെ നമ്മുടെ സ്കൂൾ സംവിധാനങ്ങളിൽ ഇത്തരം സ്കിൽ ബിൽഡിങ്ങിനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒരു യൂണിവേഴ്സൽ സമീപനം എന്ന വിധത്തിൽ ഇത്തരം പ്രശ്നങ്ങളെ പ്രതിരോധിക്കുവാൻ വേണ്ടി കൊണ്ടുവരുവാൻ തീർച്ചയായിട്ടും നോക്കേണ്ടതുമാണ്. അതായത് നമ്മുടെ അധ്യാപകർക്കും ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു പങ്ക് തീർച്ചയായിട്ടും. പലപ്പോഴും ഞാൻ പറയുന്നത് ഈ പാരൻസിൻ്റെ റോള് ഇംപ്രോപ്പറോ ഇന്നഡീക്വേറ്റ് ആണെങ്കിൽ ഒരു പാരലൽ ഞാൻ പറയുന്ന ഒരു ഫോസ്റ്റർ പാരന്റ്
എന്നുള്ള നിലയ്ക്ക് ഒരു ഒരു അല്ലെങ്കിൽ സൊറഗേറ്റ് പാരന്റ് എന്ന വിധത്തിൽ അധ്യാപകർ മാറേണ്ട ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ വി ആർ ഗോയിങ് ത്രൂ കടന്നു പോകുന്നത്. ഇപ്പം ഒരു കുട്ടി ഇന്റർനെറ്റിനോട് ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയി, നമ്മൾ മദ്യത്തിന്റെ അഡിക്ഷൻ എന്ന് പറയും, മദ്യലഹരി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവന്റെ ശാരീരികമായോ അല്ലെ മാനസികമായോ ഭാവങ്ങൾ നമുക്ക് പുറമേ നിന്ന് എങ്ങനെ അറിയാൻ പറ്റും, അല്ലെ അത് പ്രത്യക്ഷമാണോ? ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമ്മൾ നോക്കുന്ന അവസരത്തിൽ പ്രധാനമായിട്ടുള്ളത് സാധാരണ പറഞ്ഞു വരുന്നത് ഒരു കുട്ടി 4 മണിക്കൂർ എങ്കിലും നെറ്റുമായി ദിവസവും ഇടപെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മൊബൈലാണെങ്കിൽ മൊബൈൽ, അല്ലെങ്കിൽ അല്ലാത്ത ലാപ്ടോപ്പ്, വടവർ മേ ബി ഇറ്റ്, നമുക്ക് അതിന് ഒരു സിവിയർ അഡിക്ഷൻ കണക്ക് കൂട്ടാം. പക്ഷേ ഒരു ക്ലിനിക്കൽ അനുഭവങ്ങൾ അടിസ്ഥാനം നോക്കാമെങ്കിൽ 4 വേണ്ട 2 മണിക്കൂർ പോലും ഒരു ഇഫ് എ ചൈൽഡ് വാണ്ട്സ് ടു മേക്ക് ഇറ്റ് എസ് എ കൈൻഡ് ഓഫ് ഗെറ്റിംഗ് സ്ട്രോങ്ലി എൻഗേജ്ഡ് വിത്ത് നെറ്റ് ഓർ മൊബൈൽ, അതൊരു അഡിക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതിലും ടോളറൻസ് ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ എനിക്ക് നെറ്റ് മതി എന്നുണ്ടെങ്കിൽ ഗ്രാജുവലി ഒരു 3 മാസം കഴിയുമ്പോൾ എനിക്കത് 2 മണിക്കൂർ വേണം. അത് കൂടി വരും. ഒന്ന്. മൂന്നാമത്തെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, സപ്പോസ് എനിക്കിപ്പോൾ നെറ്റ് കിട്ടുന്നില്ല, ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം ഇലക്ട്രിസിറ്റി ഇല്ല, അതുകൊണ്ട് നമ്മുടെ വൈഫൈ പോയി, നെറ്റ് എടുക്കാൻ മാർഗ്ഗമില്ല, അല്ലെങ്കിൽ എൻ്റെ മറ്റേ മൊബൈൽ ഡേറ്റ ഇല്ല, ആ സ്കീം പൈസ തന്നുപോയി, അങ്ങനെയൊക്കെ ആകുമ്പോൾ സഹിക്കവയ്യാതെ ഞാൻ അടി ഉണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കേണ്ട, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് രാവിലെ തന്നെ നോക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞാൽ ദീസ് ആർ ആൾ സം ഓഫ് ദ സൈൻസ് ഓഫ് അഡിക്ഷൻ. കാരണം ഇതിനു വേണ്ടി ബാക്കി ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. ഉദാഹരണം, കുടുംബ ബന്ധങ്ങൾ മാറ്റിവെക്കുക. ഒരു വീട്ടിൽ ചിലപ്പോൾ വൈഫും ഹസ്ബൻഡും കുട്ടികളും കാണും. ഈ 4 ഗ്രൂപ്പും 2 കുട്ടികളും 2 ഭാഗത്തായിരിക്കും, വൈഫ് ഒരു ഭാഗത്തായിരിക്കും, ഹസ്ബൻഡ് പറയും, എല്ലാവരും ഇങ്ങനെ ഇതിനകത്ത് തമ്പുരു വീണ വായിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ദീസ് ആർ ആൾ സൈൻസ് ദാറ്റ് സജസ്റ്റ് ദാറ്റ് പീപ്പിൾ ആർ അഡിക്റ്റഡ് എന്നുള്ളതാണ് കുട്ടികൾ. മൈൻഡ് വാച്ചിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും വിളിക്കാം. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഈ അരമണിക്കൂർ സമയം ഞങ്ങളെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. തക്കതായ മറുപടിയുമായി നമ്മുടെ ഡോക്ടർ ഗിരീഷ് നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർ, നമ്മളിപ്പം പറഞ്ഞു എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം എന്താണ് ഡോക്ടർക്ക് പ്രധാനമായിട്ട് നിർദ്ദേശിക്കാൻ? ഞാൻ പറഞ്ഞു വരികയായിരുന്നു. ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ സാമൂഹികമായ ചില മാറ്റങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത് ഞാൻ പറഞ്ഞു ലൈഫ് സ്കില്ലിൻ്റെ കാര്യം പറഞ്ഞു. ലൈഫ് സ്കിൽ ബിൽഡിംഗ് അനിവാര്യമാക്കുന്നുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പാരൻറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, മൂന്നാമത്തെ തലം. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അനുസരിച്ച് അത് മനസ്സിലാക്കി അതിനുള്ള മനഃശാസ്ത്രപരമായ ചികിത്സാ സംവിധാനങ്ങൾ നൽകുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. ചികിത്സ, ഇപ്പം ഈ ചികിത്സയെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞു, പ്രധാനമായിട്ടും എന്തൊക്കെയാണ്? ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോബ്ലം. ഫോർ എക്സാമ്പിൾ, പൊതുവായിട്ട് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ നോക്കുന്ന അവസരത്തിലുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. ഒന്ന് സെൽഫ് എസ്റ്റീം കുറയൽ, ആത്മാഭിമാനം കുറയൽ. മറ്റൊന്ന് വിഷാദ രോഗം, ഇതുമായിട്ട് ബന്ധപ്പെട്ട്. മറ്റൊന്ന് സോഷ്യൽ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ കൂടുന്ന ഒരു പ്രശ്നം പറയുന്നുണ്ട്. മറ്റൊന്ന് വയലൻസ് കൂടുന്നതിലേക്കുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള സെക്ഷൽ ഡീവിയേഷൻസ്, ലൈംഗിക വൈകൃതങ്ങൾ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇതിൽ 2 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചാണ് സ്വാഭാവികമായിട്ട് ഇതിൽ വേണ്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. ഒന്ന്, ഒരു ജനറിക് ട്രീറ്റ്മെൻറ്റ്. ഒരാളിനെ ഗാഡ്ജറ്റ് അഡിക്ഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് നെറ്റ് മാത്രമല്ല, മൊബൈലും അതിനകത്ത് വരുന്നുണ്ട്, ഈവൻ ടി വി ടു സം എക്സ്റ്റെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അഡിക്ഷൻ സംഭവം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ളൊരു ജനറൽ സിസ്റ്റം ട്രീറ്റ്മെൻ്റ് ഉള്ളത്. ഇപ്പോഴും തന്നെ ഇപ്പോൾ ഒരു 12 സ്റ്റെപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഫോർ ഗാഡ്ജറ്റ് അഡിക്ഷൻ എന്നുള്ളൊരു സംവിധാനം വളരെ ഫലപ്രദമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിലും അതിനെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ആ നടന്ന പഠനങ്ങൾ പലപ്പോഴും നമുക്ക് കിട്ടുന്ന റിസൾട്ട് വളരെ പോസിറ്റീവാണ്. അപ്പം അത്തരത്തിലുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ അവലംബിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. ഒപ്പം തന്നെ നമുക്ക് വീണ്ടും രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴേ നിമാൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ് ബാംഗ്ലൂർ, അവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോജക്റ്റ് നടപ്പിലാകുന്നുണ്ട്. അപ്പോൾ അവർ കാണുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഈ 12 സ്റ്റെപ്പ് CBT അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഞാൻ ആദ്യം പറഞ്ഞ സംവിധാനം നമ്മുടെ നാട്ടിൽ എത്ര കണ്ട് പ്രായോഗികമാണ്. കാരണം അതിനകത്ത് ഒന്ന് നെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. കാരണം എല്ലാവർക്കും ക്ലിനിക്കിൽ വന്ന് പറ്റില്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഓഫ്ലൈൻ ഇൻ പേഴ്സൺ ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിൻ്റെ സംസ്കാരവും നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേകത അനുസരിച്ച് അത്ര കണ്ട് സാധ്യമല്ലെങ്കിൽ
പലപ്പോഴും പ്രായോഗികമായിട്ട് അവർ പറയുന്നത് ഇതിന് പകരം സമാന്തരമായി ഈ വ്യക്തികൾക്ക് കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന എൻഗേജ്മെൻറ്റിൽ ഉൾപ്പെടുത്തുക. അതിനുള്ള ചില സംവിധാനങ്ങൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ബേസിക്കലി നിമാൻസിലുള്ള ഇതുവരെ നടന്ന പിന്നെ റിസൾട്ടിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അതിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്ന മനഃശാസ്ത്ര വിദഗ്ധനോട് സംസാരിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ പോകുന്ന ചില കാര്യങ്ങൾ എന്തായാലും ഈ പറഞ്ഞ ജനറിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾസ് ഒരു ഭാഗത്ത്, മറ്റൊന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേറെ ഭാഗത്ത്. പ്രിയ പ്രേക്ഷകർക്ക് മൈൻഡ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, നമ്മളിപ്പം നിംഹാൻസിലെ ചികിത്സാ രീതികളെ കുറിച്ച് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു അത്ര കണ്ട ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അത്ര സുപരിചിതമല്ല, ഇങ്ങനെ നിംഹാൻസിലെ ചികിത്സാ രീതികളെ കുറിച്ച്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇപ്പം നമ്മുടെ കേരളത്തിലൊരു വ്യക്തി ഇങ്ങനെ ഒരു അസുഖത്തിന് അല്ലെങ്കിൽ ഒരു മാനസിക അസ്വാസ്ഥ്യം നേരിടുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ കേരളത്തിൽ നമുക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടോ ആ കുട്ടിയെ അല്ലെങ്കിൽ ഒരു രക്ഷപ്പെടുത്താൻ മാർഗമുണ്ടോ? അപ്പോൾ ഇതിൽ നമ്മൾ എടുക്കുന്ന സമീപനങ്ങൾ വളരെ പ്രധാനമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാളിനൊരു അഡിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അവരെ ബ്ലെയിം ചെയ്യുക, വഴക്കുണ്ടാക്കുക, അതിനെക്കുറിച്ച് പിന്നെ വീട്ടിൽ കുറേ ഇമോഷണൽ ഡ്രാമകൾ ഉണ്ടാകുക, കുറ്റക്കാരനാക്കുക. തിരിച്ച് പിന്നെ കുട്ടി പറയും അത് എൻ്റെ അങ്കിള് മൊബൈൽ ഫോൺ വാങ്ങിച്ചുകൊണ്ട് വന്നതാണല്ലോ, ഖത്തറിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ ഡാഡി ഖത്തറിൽ നിന്ന് കൊണ്ടുവന്നത്, എന്നെയാണ് കുഴപ്പത്തിലാക്കിയത്, ഞാനാണോ നിങ്ങളാണോ, പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഹിയർ ഈസ് സംബഡി ഹു ഈസ് ഹാവിങ് എ സഫറിങ്, ഹു ഈസ് ഇൻ ഡിസ്ട്രെസ്, ഒരു വേദന അനുഭവിക്കുന്ന, ഒരു പ്രശ്നം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്, നമ്മൾ കൺഫ്രോണ്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ളത്. അപ്പോൾ വിന്നിങ് ദ പേഴ്സൺ വിത്ത് ദ ടീം, ഫാമിലി അംഗങ്ങളുടെ ഒരു കുടുംബ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പ്രശ്നം അനുഭവിക്കുന്ന കുട്ടിയെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്പർ 2 എന്ന് പറയുന്നത് പിന്നെ നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കാം. അപ്പം ഇന്ന് വരെ ഈ ഗാഡ്ജറ്റ് അഡിക്ഷൻ വിച്ച് ഇൻക്ലൂഡ്സ് നെറ്റ് ആസ് വെൽ ആസ് മൊബൈൽ, ഈ ഗാഡ്ജറ്റ് അഡിക്ഷന് ഇന്ന് വരെ ഒരു ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിൽ പ്രത്യേകിച്ച് ഇൻഡിക്കേഷൻസ് ഇല്ല. എക്സെപ്റ്റ് ഈ അഡിക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ചില സൈക്യാട്രിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ, ചില മനോരോഗങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗം അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഫാർമക്കോളജിയും അല്ലാത്തത് നിശ്ചയിക്കേണ്ട അനിവാര്യമാണ്. അതല്ലാതെ ഈ പറയുന്ന ഗാഡ്ജറ്റ് അഡിക്ഷൻ പെർ സേ ആണെങ്കിൽ, അതല്ലെങ്കിൽ ഇതാണ് വിഷയമെങ്കിൽ ദാറ്റ് വി ആർ ഡീലിംഗ് വിത്ത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി മറ്റൊരു പ്രത്യേകം ഒരു സൈക്കാട്രിക് ഡ്രഗ് അതിന് സംഭവമില്ല. അതിന് പകരമുള്ളത് ഞാനീ പറഞ്ഞ പോലെ ഒന്ന് ജനറലായിട്ടുള്ള CBT തന്നെയാണ്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി തന്നെയാണ് പൊതുവെ ഒന്നായിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇതിൻ്റെ സബ് കാറ്റഗറി കണ്ട ശേഷം അതിനുള്ള ചികിത്സ നൽകുക. ഫോർ എക്സാമ്പിൾ, ദീപിക്കിന് അറിയാമായിരിക്കും, ചില കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടം ഈ വാർ ഗെയിംസാണ്. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇല്ലേ? ഈ എത്ര കൊല്ലുന്നു, ഷൂട്ടിങ്. അപ്പോൾ അത് പുതുതായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഇവരെല്ലാം കണ്ടെത്തും. അങ്ങൾ ആ കൈ കിട്ടിയിട്ടുണ്ടോ, മറ്റേ കിട്ടാമോ, ഇത് കിട്ടാമോ, ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ. അപ്പോൾ ദേ ആർ ഫോർ ഇറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവം ഉണ്ടെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് ആ ചൈൽഡ് ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് വയലൻസ് ഇൻ ദ ചൈൽഡ്. അപ്പോൾ ആ വയലൻസിന് കുറച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ്. ഈവൻ നമുക്ക് അങ്ങനെയുള്ള ഒരു വയലൻസിനോടൊരു കൂടുതലായിട്ട് ആഭിമുഖ്യമുള്ള ഒരു വ്യക്തി മേ ബി ഒരു ക്രിമിനൽ ആവാം, ഒരു ആന്റി സോഷ്യലായിട്ട് മാറാം, സാഡിസ്റ്റായിട്ട് മാറാം, അങ്ങനെയുള്ള പല പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന കാര്യം ഈ നായ്ക്കളെ കൊല്ലുകയാണ് അല്ലേ? ഒരർത്ഥത്തിൽ പല അർത്ഥത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എങ്കിലും ഇവിടെ ഞാൻ അതിൻ്റെ ഫിലോസഫിയിലേക്ക് പോകുന്നില്ല. ബട്ട് ഇതേ നായ്ക്കളെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഏജൻ്റായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. പാറ്റ് എന്ന് വിളിക്കും. പാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാറ്റ് ചെയ്യുക, പക്ഷെ ഇവിടെ പാറ്റ് അതല്ല, പെറ്റ് അസിസ്റ്റഡ് തെറാപ്പി. ഇപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ വയലൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടിക്ക് ഭയങ്കര വയലൻസ് ഉണ്ട്, അവന് നെറ്റൊക്കെ കണ്ടിങ്ങനെ കൊളായിരിക്കുകയാണെങ്കിൽ നല്ലൊരു ലാബിൻ്റെ കുഞ്ഞിനെ വാങ്ങിക്കൊടുത്തിട്ട് കുട്ടിയോടൊപ്പം കുഞ്ഞും വളരുന്നു. ഇവർ തമ്മിലുണ്ടാകുന്ന ഇമോഷണൽ ബോണ്ടിങ് ഒരുപക്ഷെ അച്ഛനും അമ്മയ്ക്കും കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഇമോഷണൽ റെസ്പോൺസിനെക്കാളും കൂടുതൽ ഇമോഷണൽ റെസ്പോൺസിനെ എലിസിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഒരു നായ്ക്കുട്ടിക്ക് കൊടുക്കാൻ പറ്റും എന്നാണ് പഠനങ്ങൾ. അത് അവന്റെ ആഭിമുഖ്യം നമ്മൾ കണ്ടെത്തണം. അവൻ എന്തിനോട് ഇഷ്ടം, ഇപ്പൊ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ അവന്റെ മുമ്പിൽ. ദാറ്റ്സ് ട്രൂ. പക്ഷെ എങ്കിലും ക്രിമിനൽ ടെൻഡൻസി ഉണ്ടെങ്കിൽ പോലും, ഫോർ എക്സാമ്പിൾ വിദേശ രാജ്യങ്ങളിലെ മറ്റൊരു ട്രീറ്റ്മെൻറ്റ് കാര്യം ഈ വയലൻസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്. തെരുവിലുള്ള ഇങ്ങനെ അടികൊണ്ട് നടക്കുന്ന നായ്ക്കൾ മുറിഞ്ഞ് കൈകളെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ടുവന്ന ശേഷം അതിനെ നഴ്സ് ചെയ്യാൻ ഈ ക്രിമിനൽസിലെ യങ് ജുവനൈൽ ഡെലിക്വൻസ്, ഈ ബാല്യകാലത്ത് തന്നെ കൗമാര പ്രായത്തിൽ തന്നെ ഈ കേസുകളിലൊക്കെ ക്രിമിനൽ കേസുകൾ പെട്ടുപോയി ആൻറ്റി സോഷ്യൽ എന്നൊക്കെ സമൂഹം വിളിക്കുന്ന കുട്ടികളെ ഇതിനെ നഴ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അവസരത്തിൽ തന്നെ ദർ ഇസ് മോർ റിക്കവറി.
ചുരുക്കി പറഞ്ഞാൽ മനുഷ്യർക്കൊക്കെ ദർ ആർ ലോട്ട് ഓഫ് പോസിറ്റീവ്സ് ഉണ്ടാവും. ആ പോസിറ്റീവ്സിനെ ബ്രിങ് ഔട്ട് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന പെറ്റ് അസിസ്റ്റഡ് തെറാപ്പി ഉൾപ്പെടെയുള്ള മാർഗ്ഗങ്ങൾ, ഇത് മാത്രമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഇത് ഉൾപ്പെടെയുള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കാം ഈ കാര്യങ്ങൾക്ക്. ഇതുപോലെ എന്താണ് പ്രശ്നം അതനുസരിച്ച്, ഉദാഹരണം പറഞ്ഞാലും ഒരിക്കലും ഒരു സംഭവം വന്നൊരു കുട്ടി വന്നു. ആ കുട്ടി പിന്നെ സ്കൂൾ പ്ലസ് ടു പഠിക്കുന്നതാണ്. അത് ഇതിനുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതും പിന്നെ ഫേസ്ബുക്കിലുണ്ട്, അതിൻ്റെ ലവറും ഫേസ്ബുക്കിലുണ്ട്. അപ്പോൾ ഈ ഫേസ്ബുക്കിലെ ലവർ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈക്ക് ഇതിനെ കിട്ടുന്നേക്കാൾ 100 ഇരട്ടി കൂടുതലാണ്, ഇതിന് കിട്ടുന്നില്ല. അങ്ങനെ അപ്പോൾ ഇതിന് ഭയങ്കര പ്രശ്നം, അസാധാരണ വിഷാദം, കോംപ്ലക്സ് പ്രശ്നം, ഇതൊക്കെയാണ്. അപ്പം ഞാൻ നോക്കിയ അവസരത്തിൽ ഇതിൻ്റെ ബേസിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഈ കുട്ടിയുടെ ബാല്യകാലത്തിൽ നോക്കിയാൽ വീട്ടിൽ എന്നും പ്രശ്നങ്ങൾ, അടി വഴക്ക് ഇത് കണ്ടു വളരുന്ന കുട്ടിയായിരുന്നു. അപ്പം ഷി വാസ് ആക്ച്വലി പ്രസൻ ഓഫ് ഹെർ ഓൺ പാസ്റ്റ്. ഒന്നും ജീവിക്കുവാനൊന്നും മുന്നിലേക്കില്ല, എപ്പോഴും ഇയാളെ നോക്കി മാത്രമാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് അതങ്ങ് മാറി വന്നപ്പോൾ ഈ ലൈക്സ് കൂടുതൽ ആൾക്ക് കിട്ടുന്നു, അയാളെ കൂടുതൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ അയാളൊരു എക്സ്റ്റൻഷൻ ആയിരുന്നിട്ട് പോലും ഐ എം നോട്ട് ബീങ് അക്സെപ്റ്റഡ് എന്ന് വന്നപ്പോൾ ഡിപ്രഷൻ ഉണ്ടായി. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഡൈനാമിക്സ് മനസ്സിലാക്കിയ ശേഷം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും ഈ ജനറിക്കായിട്ടുള്ള CBTയുടെ കൂടെ നൽകുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു പരിഹാര മാർഗം. അപ്പം ഡോക്ടറെ, നമ്മളിപ്പം ഈ ചികിത്സാ രീതികളൊക്കെ ഇതിനൊക്കെ എന്തുമാത്രം ഇതൊരു സാധാരണക്കാരന് കൈകാര്യം ചെയ്യാവുന്ന ഉതകുന്ന രീതിയിലുള്ളതാണ്? ഡിപ്പെൻസ്. കാരണം നമ്മുടെ നാട്ടിൽ 2 നിലയ്ക്കുള്ള സിസ്റ്റംസ് ഉണ്ടല്ലോ. ഒന്ന് പ്രൈവറ്റ് സിസ്റ്റംസ് ഉണ്ട്, മറ്റൊന്ന് പബ്ലിക് സിസ്റ്റംസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സംബന്ധിച്ച് പറഞ്ഞാൽ മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഇവിടുത്തെ സ്വകാര്യ അല്ല പൊതു ആരോഗ്യ മേഖല ശക്തി പ്രാപിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം സംവിധാനങ്ങളിലൊക്കെ തന്നെ മാനസികാരോഗ്യ യൂണിറ്റുകളുള്ള മെഡിക്കൽ കോളേജുകളും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, താലൂക്ക് ഹോസ്പിറ്റൽ സംവിധാനങ്ങളുണ്ട്, ഇനിയും ശക്തിപ്പെടുത്താറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം ആൾക്കാർക്ക് നമ്മുടെ സഹായം സ്വീകരിക്കപ്പെടണം, നൽകപ്പെടാനുള്ള സംവിധാനങ്ങൾ അവിടെ നിലവിലുണ്ട്, അത് നൽകാം. ചില വ്യക്തികൾക്ക് ചിലപ്പം ടൈം ഒരു ഫാക്ടറാവും, അവർക്ക് പ്രൈവറ്റ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം നാട്ടിലുണ്ട്. അപ്പോൾ അവരവരുടെ പ്രത്യേക സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ 2 സംവിധാനങ്ങളും പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഹെൽത്ത് സർവീസ് സിസ്റ്റംസും ഉപയോഗപ്പെടുത്തി തീർച്ചയായിട്ടും ഈ ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിക്കാം. അപ്പം പണം ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. അപ്പം ഇത് എത്ര നാളെടുക്കും നമുക്കൊരു ചികിത്സ ചെയ്ത് മാറ്റമെടുക്കുവാൻ? ഇതൊരു അഡിക്ഷൻ പോലെയാണ്. ഇപ്പോൾ അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ചുരുങ്ങിയത് കുറച്ച് സമയം വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഒരു കുറച്ച് കാലം, അതുപോലെ ഇതും കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. ഡോക്ടറെ, നമ്മുടെ ഇന്നത്തെ സമയം നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് നന്ദി. അടുത്ത ആഴ്ച ഇതേ സമയം പുതിയൊരു ടോപ്പിക്കുമായി ഞങ്ങൾ എത്തും. അതുവരേക്കും നന്ദി, നമസ്കാരം.